ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. അപ്പം കല്ലറ്റിങ്ങര റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കോട്ടയത്തേക്ക് ഇന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ ട്രെയിൻ 6:30ക്കാണ് കേട്ടോ. അപ്പം ട്രെയിനിൽ കയറി. അപ്പോൾ ഞാൻ നോക്കി മുകളിൽ ചെന്നിരുന്നു കേട്ടോ കുറച്ച് നേരം. എന്താ വെച്ചാൽ അടിയിൽ സീറ്റില്ല. അപ്പോൾ ഞാൻ മുകളിലാണ് ഇരുന്നത്. അപ്പോൾ ഏട്ടൻ അടിയിലിരുന്ന് ഇങ്ങനെ ഞാൻ മുകളിലേക്ക് ഏട്ടൻ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് അത് കുറച്ച് കഴിയുമ്പോൾ ഏട്ടനും മുകളിലേക്ക് കയറി വന്നു. അതിന് കോട്ടയം എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒന്നും കഴിക്കാതാണല്ലോ പോയത് വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മസാല ദോശ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഞാനിവിടെ കഴിക്കാതിരിക്കും. അപ്പോൾ നല്ല ചൂടുള്ള കാരണമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കണേ. നല്ല ചൂടുണ്ടായിരുന്നു ദോശയ്ക്ക്. അപ്പോൾ വായ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളത് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇനി ഇവിടുന്ന് ട്രെയിൻ കയറണം. അത് ഞങ്ങൾ കല്ലേറ്റം എത്തി. പിള്ളേർക്കൊക്കെ എന്തെങ്കിലും മേടിക്കണ്ടേ. അപ്പോൾ അത് തന്നെ ബേക്കറിയിലൊക്കെ കയറി കുറച്ച് ബേക്കറി ഐറ്റംസും പിന്നെ കേക്കും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനും ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് അങ്ങനെ കൈമാറുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ അങ്ങോട്ടൊക്കെ മേടിച്ച് കൊടുക്കും. അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ അങ്ങനെ മേടിച്ച് കൊടുക്കും. അങ്ങനെയൊന്നും ഇല്ല. ഇഷ്ടമുള്ള സമയത്ത് ഡ്രസ്സ് വാങ്ങിച്ചു തരും. പ്രതീക്ഷിക്കാത്ത സമയത്തായിട്ട് അവർ ഗിഫ്റ്റൊക്കെ ഏട്ടൻ മേടിച്ചാൽ. അപ്പോൾ ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ കേക്ക് കട്ട് ചെയ്തു ഏട്ടന് കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെ സന്തോഷമൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഗിഫ്റ്റ് കൈമാറി സന്തോഷം അങ്ങനെയൊന്നും ഇല്ല. പൊന്നൂസ് ഉണ്ടെന്ന് ഞങ്ങളുടെ ക്യാമറയ്ക്ക് പിടിക്കാതിരിക്കണേ. അപ്പോൾ പൊന്നൂസ് പറയുന്നത് അച്ഛന് കേക്ക് അമ്മ കൊടുത്ത് ശരിയായില്ല, ഒരു പ്രാവശ്യം വായ വെച്ച് കൊടുക്കുക എന്നൊക്കെയാണ് അവൾ പറയണേ. അപ്പോൾ അപ്പൂസാണെങ്കിൽ ഇത് അവിടെ കിടന്ന് ഓളാണ്. അപ്പൂസിനത് വേഗം കേക്ക് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് വീട്ടിലുള്ള അന്നാണ് ഞങ്ങൾക്ക് ഞായറാഴ്ച അല്ലെങ്കിൽ എന്താ പറയുക സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. കാരണം ഞായറാഴ്ച ജോലിയാണ് ആൾക്ക്. അപ്പോൾ അത് കാരണം നമുക്ക് ആളെ എന്ന് വീട്ടിൽ വെച്ചാൽ അന്നാണ് ഞങ്ങൾ ആഘോഷിക്കുക. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ നടക്കില്ല. കാരണം ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ദോഷമായിട്ടെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ എനിക്ക് അച്ഛനില്ല. അപ്പോൾ അച്ഛനും ആങ്ങളെയും ഹസ്ബൻഡും എല്ലാത്തിൻ്റെ സ്ഥാനത്താണ് ഏട്ടൻ. അപ്പം ഏട്ടൻ്റെ കാര്യം എനിക്ക് മതിയാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.